നോയിഡയിലുണ്ട്. അപ്പോൾ നോയിഡയിലെ തൊഴിലാളികൾ ഏപ്രിൽ 18 പ്രത്യേകിച്ച് അവിടെ ഓർഗനൈസ്ഡ് ട്രേഡ് യൂണിയൻസിൻ്റെ ഒന്നും ഭാഗമല്ലാത്ത തൊഴിലാളികൾ വലിയ പ്രക്ഷോഭം അവിടെ നടത്താണ്. പണിക്ക് കയറുന്നില്ല, ഗേറ്റ് ഉപരോധിക്കുന്നു, വലിയ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുക. പ്രധാനമായും കരാർ തൊഴിലാളികളാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കരാർ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അവർ വ്യവസായ സ്ഥാപനം എടുത്താൽ ആ വ്യവസായ സ്ഥാപനത്തിലെ 90% ആളുകളും കരാർ തൊഴിലാളികൾ. സ്ഥിര നിയമനമൊന്നുമില്ല അവിടെ. അപ്പൊ അവിടെ ഈ കരാർ തൊഴിലാളികൾക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ഒരു മാസം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 12,000 മുതൽ 13,000 രൂപ വരെയാണ്. എല്ലാം ഉൾപ്പെടെ ESI, PF എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ 12,000 രൂപയാണ് പരമാവധി കിട്ടുന്നത്. ഈ പ്രക്ഷോഭം ഇപ്പൊ അതിശക്തമായി വരാനുള്ള കാരണം ഈ നോയിഡയിലൊക്കെ ബീഹാറിൽ നിന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് കുടുംബമായിട്ട് താമസിച്ച് ജോലി ചെയ്യുന്ന ഈ കരാർ തൊഴിലാളികൾക്ക് യുദ്ധം വന്നതിന്റെ ഭാഗമായി ഗ്യാസിന്റെ വില കൂടി കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി. നമ്മൾക്ക് കിട്ടുന്ന 14 കിലോ സിലിണ്ടർ അല്ല, അവിടെ 1 കിലോ സിലിണ്ടറിന്റെ ഗ്യാസ് കിട്ടും. അപ്പൊ യുദ്ധം വരുന്നതിന് മുമ്പ് 1 കിലോ സിലിണ്ടറിന്റെ ഗ്യാസിന്റെ വില 70 രൂപയും 70 രൂപ കൊടുത്ത 1 കിലോ സിലിണ്ടർ ഗ്യാസ് കിട്ടും. യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ കൊമേഴ്സ്യൽ സിലിണ്ടർ ഫില്ല് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് സിലിണ്ടർ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ ഒരു സിലിണ്ടർ ഗ്യാസ് കിട്ടണമെങ്കിൽ, അതായത് 1 കിലോന്റെ കിട്ടണമെങ്കിൽ 450 രൂപ 500 രൂപ കൊടുക്കണം. അതായത് വീട്ടിലെ പാചകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നില്ല. ജീവിതം തന്നെ വഴിമുട്ടുന്ന സാഹചര്യത്തിൽ അവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളോട് അവിടുത്തെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ ശമ്പളം ഒന്ന് നിങ്ങൾ പരിഷ്കരിക്കണം. ഉത്തർപ്രദേശിൽ ഏറ്റവും അവസാനം മിനിമം വേജ്, അതായത് തൊഴിലാളികളുടെ മിനിമം വേജ്, അൺസ്കിൽഡ് ലേബേഴ്സിന്റെ മിനിമം വേജ് പരിഷ്കരിച്ചത് 2012 2012 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര വർഷമായി? 14 വർഷമായി ഒരു ശമ്പള പരിഷ്കരണം ഇല്ല. നിങ്ങളുടെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണം എന്താ നടന്നത്? ഓർമ്മയുണ്ടോ? നിങ്ങളുടെ എന്താ നടന്നതെന്ന്? 2 വർഷം മുമ്പ് നടന്നില്ലേ? നടന്നോ? 2 വർഷം മുമ്പ് ശമ്പള പരിഷ്കരണം നടന്നു. 3 വർഷത്തെ ആയതുകൊണ്ട് 3 വർഷം കഴിയുമ്പോൾ വീണ്ടും ശമ്പള പരിഷ്കരണം വരും. അപ്പോ യഥാർത്ഥത്തിൽ 14 വർഷമായി 1 രൂപ പോലും ശമ്പളത്തിൽ വർധനവില്ലാത്ത ജീവിത സാഹചര്യം, പുതിയ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്ത തൊഴിലാളികൾ യൂണിയനുകൾക്ക് അപ്പുറത്തേക്ക് തൊഴിൽശാലകൾ വിട്ടിറങ്ങി വലിയ പ്രക്ഷോഭവുമായി രംഗത്ത് വന്നു. സ്വാഭാവികമായി പ്രക്ഷോഭമായി രംഗത്ത് വരുമ്പോൾ അവിടുത്തെ ഗവൺമെന്റ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഏറ്റവും ന്യായമായ വിഷയം പരിഹരിക്കാൻ സ്വാഭാവികമായി ആ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഉത്തർപ്രദേശ് ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവര് സമരം ആരംഭിച്ച ഉടനെ തന്നെ മിനിമം വേജ് കൂട്ടി. എങ്ങനെ കൂട്ടി? 12,000 എന്നുള്ളത് 13,000 ആക്കി. കേവലം 1000 രൂപയുടെ വർധനവ്. അതായത് 14 വർഷത്തിന് ശേഷം ശമ്പള വർധനവ് വരുന്നത് കേവലം 1000 രൂപയുടെ വർധനവാണ്. മിനിമം വേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് മിനിമം വേജ് നിശ്ചയിക്കാൻ വേണ്ടി ഒരു മാനദണ്ഡം ഉണ്ട്. ആ മിനിമം വേജ് നിശ്ചയിക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ, ഓരോ കുടുംബത്തിനും പയറ്, പരിപ്പ്, അരി, തുണി ഓരോ മാസം എത്ര വേണം അത് കണക്കാക്കിക്കൊണ്ട് മാർക്കറ്റിലെ വിലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മിനിമം വേജ് കണക്കാക്കുന്നത്. അങ്ങനെ മിനിമം വേജ് കണക്കാക്കുമ്പോൾ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് മിനിമം വേജ് 24,000 രൂപയെങ്കിലും നിശ്ചയിച്ചാൽ മാത്രമാണ് ഗവൺമെന്റ് പറയുന്ന ഫോർമുല പ്രകാരം ഒരു കുടുംബത്തിന് 2 നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റും. 2 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആ പൈസ ഒന്ന് മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി പൈസ എടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം പോകും. ആ പൈസ മാറ്റി വെച്ചാൽ ഇനി ടിവിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, OTT പ്ലാറ്റ്ഫോം എടുക്കാൻ വേണ്ടി ഒരു 140 രൂപ എടുത്ത് മാറ്റിയാൽ അതിന്റെ പൈസ പോകും. അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം പോകും. അപ്പൊ കൃത്യമായി 2 നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ വില നിലവാരം അനുസരിച്ച് ഒരു 24,000 രൂപയെങ്കിലും വേണ്ട സാഹചര്യത്തിൽ 12,000 രൂപ മിനിമം വേജ് വെച്ചാൽ ഒരു കുടുംബം എങ്ങനെ ജീവിക്കും? പ്രത്യേകിച്ച് വിലക്കയറ്റത്തിന്റെ കാലത്ത്
സ്വാഭാവികമായി ന്യായമായ വിലക്കയറ്റത്തിന്റെ ഭാഗമായി ന്യായമായ ശമ്പള വർധനവ് വേണ്ടേ? ആ ശമ്പള വർധനവ് ഇല്ല എന്ന് മാത്രമല്ല, ജോലി സമയം ഇപ്പൊ നിങ്ങൾ 5 മണിക്ക് ഇറങ്ങി പോകണ്ടല്ലോ, അതുപോലെ 5 മണിക്ക് ഇവിടെ ഇറങ്ങി പോകാൻ കഴിയില്ല. രാവിലെ 8 മണിക്ക് ജോലിക്ക് വന്നാൽ വൈകുന്നേരം 7 മണിക്ക് പോകാം. അപ്പൊ നമ്മുടെ ചില സഖാക്കൾ ഉള്ളിൽ വിചാരിക്കും, ഓ 2 മണിക്കൂർ ഓവർ ടൈം കിട്ടുമല്ലോ. ഓവർ ടൈം ഇല്ല. നമ്മൾ 2 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഡബിൾ വേജ് വെച്ച് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര രൂപ കണക്കാക്കി ഓവർ ടൈം കൂടി തന്നിട്ടാണല്ലോ നമ്മൾ ഇറക്കി വിടുന്നത്. പക്ഷെ 12ഉം 13ഉം മണിക്കൂർ ജോലി ചെയ്യുന്നവർക്ക് ഓവർ ടൈം വേജസ് ഇല്ല. ഇനി ഓവർ ടൈം വേജസിന് വേണ്ടി ഇവർ ക്ലെയിം ചെയ്താലോ പുതിയ ലേബർ കോഡ് അനുസരിച്ച് കൊടുക്കാനും പറ്റില്ല. കാരണം ഹരിയാനയിലും ഉത്തർപ്രദേശിലും പുതിയ ലേബർ കോഡ് അനുസരിച്ച് 12 മണിക്കൂർ വരെ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമെന്ന് നോട്ടിഫൈ ചെയ്തു. ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി. അപ്പൊ 12 മണിക്കൂർ ഒരാളെ ജോലി ചെയ്യിപ്പിച്ചാൽ അത് നിയമവിരുദ്ധമാണെന്ന് ഉന്നയിച്ച് ഒരു തൊഴിലാളി സംഘടനയ്ക്കും ഒരു തൊഴിലാളിക്കും ഒരു ലേബർ ഡിപ്പാർട്ട്മെന്റിനെയും ബന്ധപ്പെടാൻ കഴിയില്ല. ഗവൺമെന്റ് നിയമം അതാണ്. അങ്ങനെയാണ് ഈ 12 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്താൽ ഒരാഴ്ച 4 ദിവസം ജോലി കഴിഞ്ഞ് 3 ദിവസം വീട്ടിലിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ലേബർ കോഡ് പറയണ എന്താന്ന് വെച്ചാല് 12 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യിക്കാം. ആ ലേബർ കോഡിൽ തന്നെ പറയുന്നത് ആഴ്ചയിൽ 6 ദിവസത്തിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ്. 48 മണിക്കൂർ എന്ന് പറയുന്നില്ല. അപ്പൊ 48 മണിക്കൂർ പറയാത്ത സാഹചര്യത്തിൽ നിങ്ങളെ 12 മണിക്കൂർ വീതം 6 ദിവസക്കാലവും ജോലി ചെയ്യിപ്പിച്ചാൽ അതിനെതിരെ നിങ്ങൾക്ക് നിയമപരമായി ലേബർ ഡിപ്പാർട്ട്മെന്റിലേക്കോ കോടതിയിലേക്കോ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പുതിയ ലേബർ കോഡ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയതും അത് ചില സംസ്ഥാന ഗവൺമെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അപ്പൊ മിനിമം കൂലി കിട്ടുന്നില്ല. പുതിയ വിലക്കയറ്റത്തിന്റെ ഭാഗമായി ജീവിത പ്രതിസന്ധി ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ജീവിത പ്രതിസന്ധി ഉണ്ടാകുന്ന ആളുകൾക്ക് മിനിമം കൂലി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ അവർ ജയിലിലിടുന്നു. അവർ ജാമ്യം പോലും കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതുപോലെ നമ്മൾ പ്രതിഷേധ പരിപാടികളുമായി കൊടിപിടിച്ച് നിന്നാൽ പോലീസ് വന്ന് ക്രൂരമായി ലാത്തിചാർജ് നടത്തുന്നു. ലാത്തിചാർജ് നടത്തി ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന ആളുകളുടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി പോലീസ് റെയ്ഡ് നടത്തുന്നു. അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കാണ് തൊഴിലാളികളുടെ സമരത്തിന്റെ ഭാഗമായി. അതുമാത്രമല്ല, ഇങ്ങനെ സമരം ചെയ്ത തൊഴിലാളികൾ വാട്സപ്പ് മെസ്സേജ് ഇട്ട് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്, നമുക്ക് ഒരുമിച്ച് കൂടണം, മിനിമം വേജ് വർദ്ധിപ്പിക്കണം, നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് കൂലി വർദ്ധിപ്പിക്കണം എന്ന മെസ്സേജ് ഇട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തൊഴിലാളികൾ പാകിസ്ഥാൻ ഭീകരരാണ് എന്ന് മുദ്ര കുത്തുന്ന രീതിയിൽ ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും മന്ത്രിമാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൊഴിലാളികൾ ഒരു സമരം ചെയ്യുമ്പോൾ, പോരാട്ടം നടത്തുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് സമരം ചെയ്യണം എന്ന മുദ്രാവാക്യം ഉയർത്തി തൊഴിലാളികളെ ഏകോപിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ അത് ഭീകര പ്രവർത്തനമാണ്, അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് അടയാളപ്പെടുത്തി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന സാഹചര്യം ഉത്തർപ്രദേശിലെ ഗവൺമെന്റും ഹരിയാനയിലെ BJP ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം ഇത് കയറി ഇവിടേക്ക് വരില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ടോ? ഇവിടേക്കും വരും. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില കോൺട്രാക്ടർമാർ ഈ കമ്പനിയിൽ വന്ന് കോൺട്രാക്ട് എടുക്കുന്നതിന്റെ ഭാഗമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കും അറിയാലോ. ഇപ്പൊ നിങ്ങളുടെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് പഞ്ചറായ വണ്ടി നിർത്തി 7:30 8:15 നിങ്ങൾക്ക് ജോലിക്ക് വരാൻ പറ്റിയില്ല. പഞ്ചറായ സമയത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയില്ല. ആ ദിവസം നിങ്ങളുടെ എത്ര രൂപ നഷ്ടപ്പെടും? നിങ്ങളുടെ 2500 രൂപ നഷ്ടപ്പെടും. ശരിയല്ലേ? ഒരാൾ ജോലിക്ക് ഒരു ദിവസം കയറിയില്ലെങ്കിൽ അയാളുടെ ഒരു ദിവസം ശമ്പളം കട്ട് ചെയ്യുന്ന ന്യായമാണ്. നിങ്ങൾ ഒരു ദിവസം ജോലിക്ക് കയറിയില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം ശമ്പളം കട്ട് ചെയ്യുന്ന ന്യായം, അതിലൊരു തർക്കമില്ല. പക്ഷെ ഒരു ദിവസം ശമ്പളത്തിന് പകരം കമ്പനി പീനൽ അടയ്ക്കുന്ന 2500 രൂപയും തൊഴിലാളിയിൽ നിന്ന് പിരിക്കണമെന്ന് ഈ ഉത്തരേന്ത്യൻ കോൺട്രാക്ടർ വന്ന് നിയമം ഉണ്ടാക്കുന്ന ഒരു നാടായി കേരളം മാറാലേ? ഇത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺട്രാക്ടർമാരൊക്കെ അല്ലേ BPCL വന്ന് കോൺട്രാക്ട് പിടിക്കുന്നത്? നോയിഡയിലും അതുപോലെ തന്നെ ഹരിയാനയിലും തൊഴിലാളികളെ മുഴുവൻ പീഡിപ്പിച്ച് തൊഴിൽ നിയമത്തിന്റെ ഭാഗമായി പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ നോയിഡയിൽ നടപ്പാക്കിയാൽ, ഉത്തർപ്രദേശിൽ നടപ്പാക്കിയാൽ, ഹരിയാനയിൽ നടപ്പാക്കിയാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷനിൽ നടപ്പാക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. അതുകൊണ്ട് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ആക്രമണം
നോയിഡയിലുള്ള ആക്രമണവും നമുക്കെതിരെയുള്ള ആക്രമണമാണ്. ഹരിയാനയിലുള്ള ആക്രമണവും നമുക്കെതിരായുള്ള ആക്രമണമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങണം. നിങ്ങൾ ഈ കാണുന്ന അംബാനിയുടെ ടി വി ചാനൽ, അദാനിയുടെ ടി വി ചാനൽ, കോർപ്പറേറ്റ് മുതലാളിമാരുടെ ടി വി ചാനലുകൾ മുഴുവനും തൊഴിലാളികൾക്കെതിരായിട്ട് അണിനിരന്നേക്കാണ്. തൊഴിലാളികൾക്കെതിരായിട്ട് വാർത്തകളാണ്. തൊഴിലാളികളെ മർദ്ദിക്കുന്നതിനെ സംബന്ധിച്ച് വാർത്തയില്ല, അവന്റെ തല തള്ളിപ്പൊള്ളിക്കുന്നതിനെ സംബന്ധിച്ച് വാർത്തയില്ല, അവരെ ജയിലിൽ കൊണ്ടുപോയി ഇടുന്നതിനെ സംബന്ധിച്ച് വാർത്തയില്ല, അവരുടെ വീട്ടിലുള്ള ഭാര്യമാരെയും കുട്ടികളെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തുന്നതിന് വാർത്തയില്ല, അവിടെ ചെല്ലുമ്പോൾ പീഡിപ്പിക്കുന്ന വാർത്തയല്ല. അതൊന്നും ഒരു മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. മാധ്യമങ്ങൾക്ക് വാർത്ത സഹികെട്ട് ഏതെങ്കിലും ഒരു തൊഴിലാളി ശക്തമായി ഒരു കല്ലെടുത്തെറിയാൻ വേണ്ടി ഓങ്ങി നിന്നാൽ അത് ഫോട്ടോ ആക്കി മാറ്റി തൊഴിലാളികളുടെ അക്രമം എന്ന് പറഞ്ഞ് അടിവരയിട്ട് തൊഴിലാളി അക്രമമാണ് നടക്കുന്നതെന്ന് പ്രചരിപ്പിക്കുകയാണ്. ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയെ നിയന്ത്രിക്കുന്ന RSSഉം RSSആൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരുമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ നയം തുടരുന്ന കാലത്തോളം ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഇങ്ങനെ പീഡനത്തിനിരയാവും. അങ്ങനെ പീഡനത്തിനിരയാകുമ്പോ തൊഴിലാളികൾക്ക് ഒരു മാർഗമുള്ളൂ: പ്രതിഷേധിക്കുക, പോരാടുക. കൂടെ ഈ പറയുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ നമ്മൾ ഒരുമിച്ച് നിന്ന് ഒച്ചയുണ്ടാക്കുക, മുദ്രാവാക്യം വിളിക്കുക, പ്രതിഷേധിക്കുക, അവനോട് ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളതാണ് നമ്മൾ തൊഴിലാളി വർഗത്തിന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് എല്ലായിടത്തും തൊഴിലാളി വർഗം, വ്യവസായ മേഖലയിലുള്ള തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ മനുഷ്യത്വരഹിതമായ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ സമരം നടത്തുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അഖിലേന്ത്യാ പ്രതിഷേധ ദിനം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിൽ ഈ സമരം നിൽക്കില്ല. തുടർന്ന് പോരാട്ടങ്ങൾ ഉണ്ടാകും. ആ പോരാട്ടങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അണിനിരക്കേണ്ടതുണ്ട്. തൊഴിലാളി വർഗത്തിന്റെ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, പരിമിതമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ഈ ലേബർ കോഡിന്റെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മൾ കൂടിച്ചേരുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട ഒരു ബോധ്യമുണ്ട്. എന്താ ബോധ്യം എന്ന് വെച്ചാൽ, ഈ തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് നോട്ടിഫൈ ചെയ്തിട്ട് കോൺഗ്രസിന്റെയും BJPയുടെയും സംസ്കാരികളെല്ലാം ഒരുപോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഈ കേരളം എന്നുള്ള കൊച്ചു സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനത്തിലെ ഈ ഗവൺമെന്റ് മാത്രമാണ് ലേബർ കോഡുകൾ നടപ്പാക്കാതിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നാം എവിടെയാണ് നിൽക്കേണ്ടത്, നാം എവിടെയാണ് പോരാട്ടത്തിന് ഒരുമിച്ച് നിൽക്കേണ്ടത് എന്ന് കൃത്യമായ ബോധ്യത്തോടുകൂടി ഈ തൊഴിലാളികൾക്കെതിരായി ഉയർന്നു വരുന്ന ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ, പ്രതികരിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി അണിനിരക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.